രഹസ്യങ്ങൾ ശാസ്ത്രത്തിന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരെവിടെ പോയി തന്നെ അറിയില്ല. നിങ്ങൾക്കറിയുമല്ലോ ബർമുഡ ട്രയാങ്കിൾ. ബർമുഡ ട്രയാങ്കിൾ കണ്ടിട്ടുണ്ടോ? ബർമുഡ ട്രയാങ്കിൾ ഇല്ല. ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 45,70,000 കിലോമീറ്റർ വിശാല പുസ്തകമായി കിടക്കുന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ 7,07,70,000 കിലോമീറ്റർ വിശാല പുസ്തകമായി കിടക്കുന്ന 350 ദ്വീപുകൾ അടങ്ങിയ ഒരു ദ്വീപ് സമൂഹമാണ് ബർമുഡ ട്രയാങ്കിൾ. ആ ബർമുഡ ട്രയാങ്കിൾ അമേരിക്കയിൽ നിന്ന് വെറും 980 കിലോമീറ്റർ അകലെ 1000 കിലോമീറ്ററിന്റെ ഇപ്പുറം കിടക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന സർവ്വതിനെയും കണ്ടെത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന എന്തിനാണ് അമേരിക്ക ചന്ദ്രൻ ജീവനുണ്ടോ എന്ന് നോക്കുന്ന അമേരിക്ക എന്തിനാണ് അമേരിക്ക ചന്ദ്രൻ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്? ഇറാഖിലെ മക്കളെ കൊന്നടിക്കിയവർ, ഇറാഖിലെ ജീവനെ കൊന്നടിക്കിയവർ, ബ്രിസ്കോസിനിയിലെ ജീവനെ കൊന്നടിക്കിയവർ, ചെച്ചനിയിലെ ജീവനെ കൊന്നടിക്കിയവർ, പലസ്തീനിലെ ജീവനെ കൊന്നടിക്കിയവർ, ഇറാഖിലെയും അഫ്ഗാനിലെയും ബോസ്നിയയിലെയും ചെച്ചനിയിലെയും ജീവനുകളെ മുഴുവനും കത്തിക്കരച്ച് ചാമ്പലാക്കിയിട്ടും രക്തദാഹം തീരാത്ത അമേരിക്ക വീണ്ടും ഇതിൽ ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് ആ ചന്ദ്രനിലെ ജീവനും കൂടി ഊട്ടിക്കുടിക്കാനുള്ള വല്ലാത്ത അത്യാഗ്രഹമാണോ എന്ന് നാം അതിശയപ്പെട്ടു പോവുകയാണ്. 1000 കിലോമീറ്റർ ഇപ്പുറ കിടക്കാൻ അള്ളാഹുവിന്റെ ഖുദ്റത്ത് ഇതേവരെ അമേരിക്കക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയിൽ നിന്ന് 980 കിലോമീറ്ററേ ഉള്ളൂ. എന്താ ബർമുഡ ട്രയാങ്കിൾ? ഈ ഭൂമിയിൽ നിന്ന് പറന്നു പോകുന്ന കപ്പലുകൾ ബർമുഡ, ഈ ഭൂമിയിൽ നിന്ന് പറന്നു പോകുന്ന വിമാനങ്ങൾ ബർമുഡ ട്രയാങ്കിളെത്തിയാൽ അപ്രത്യക്ഷമാവും. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന എന്നും ജീവിച്ചിരിക്കുന്ന അമേരിക്കയുടെ നിയാമിയിൽ നിന്ന് വെറും 980 കിലോമീറ്റർ അകലെ ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയും. പക്ഷെ ഖുർആൻ ഉത്തരം നൽകിയിട്ടുണ്ട് ഈ സമസ്യക്ക്. ബർമുഡ ട്രയാങ്കിളിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് പറന്നു പോകുന്ന കപ്പലുകൾ 14 നൂറ്റാണ്ട് മുതൽ ഇതേവരെ നിരവധി കപ്പലുകളാണ് ബർമുഡ ട്രയാങ്കിൾ വരെ എത്തി. പിന്നീട് ആ കപ്പലുകളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അതിൽ മരിച്ചുപോയ ആളുകളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. 1948 അമേരിക്കയിലെ ഏറ്റവും വലിയ കപ്പലായ സാൻഡ്രെ എന്ന് പറയുന്ന കപ്പൽ 373 യാത്രക്കാരുമായിട്ട് കടന്നിരുന്നു. ബർമുഡ ട്രയാങ്കിൾ വരെ ചെന്നു. പിന്നീട് ആ കപ്പലുകളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അതിൽ മരിച്ചുപോയ ആളുകളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. 1984 അമേരിക്കയിലെ ഏറ്റവും വലിയ കപ്പലായ സൈനീസ് പിയാളോർ പോയി 373 യാത്രക്കാരുമായി ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന അടിക്കുന്ന തിരമാലകളുടെ പ്രാന്തപ്രദേശം വരെ പോയതിനെ കുറിച്ച് അറിവുണ്ട്. പിന്നീട് അറിവില്ല. അവിടെ ഇതേവരെ മുങ്ങിക്കൊല്ലപ്പെട്ടത് 141 യുദ്ധക്കപ്പലുകളാണ്. ഏതാണ്ട് 2000-ലധികം ആളുകളാണ് മരിച്ചത്. ഇതേവരെ ആ തളർന്നു പോയ കപ്പലിന്റെ ഒരു പലക പോയിട്ട് അതിന്റെ ഒരു സ്ക്രൂ പോലും കണ്ടുകിട്ടിയിട്ടില്ല. മരിച്ചുപോയി എന്ന് പറയുന്ന ആളുകളുടെ ജനം കണ്ടുകിട്ടിയിട്ടില്ല. എവിടെയാണിത് പോയത്? ആ കപ്പലുകൾ കടൽക്ഷേപത്തിൽപ്പെട്ട് തകർന്നു പോയതാണെങ്കിൽ അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ കാണണം. അവശിഷ്ടങ്ങൾ പോയിട്ട് കപ്പലിന്റെ ഒരു സ്ക്രൂ പോലും ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എത്രയോ സംഭവങ്ങളാണ് ഇതേവരെ ഞാൻ ഈ സംസാരിക്കുന്ന 2010 മെയ് 10 വരെ ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വരെ, മെയ് 10-ാം തീയതി നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം വരെ ഏതാണ്ട് 41 വിമാനങ്ങളാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ മുകളിലൂടെ ബർമുഡ ട്രയാങ്കിളിന്റെ മുകളിലൂടെ പറന്നു പോകുമ്പോ അലപ്രത്യക്ഷമായി പോയത് എവിടെയെന്ന് ആർക്കും അറിയില്ല. 41 വിമാനങ്ങൾ അവിടെ പോയി, 141 യുദ്ധക്കപ്പലുകൾ അവിടെ പോയി. ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന സമുദ്രത്തിലൂടെ പോകുമ്പോൾ കപ്പൽ മുങ്ങിയാൽ ആകാശത്തിലൂടെ പറന്നു പോകുന്ന യുദ്ധവിമാനങ്ങൾ അവിടെ പോയി. എത്രയോ വിമാനങ്ങൾ, എത്രയോ ആളുകളാണ് മരിച്ചു പോയത്. ഇതേവരെ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതേവരെ അതിന്റെ അവശിഷ്ടം കാണാൻ ലോകത്ത് ആർക്കും കഴിഞ്ഞില്ലെങ്കിൽ 1948 ഡിസംബർ 28-ാം തീയതി രാവിലെ അമേരിക്കയുടെ മിയാമിയിൽ നിന്ന് തെക്കേ അമേരിക്കയുടെ മിയാമിയിൽ നിന്ന് കടന്നു പോകുന്ന വിമാനം കടന്നു പോവുകയാണ്. ആ വിമാനം കടന്നു പോകുമ്പോ രാവിലെ 4:13 ആവുമ്പോ അമേരിക്കയുടെ റഡാറുകളിൽ കാത്തിരിക്കുന്ന വിമാനകരോട് ആ വിമാനത്തിൽ നിന്ന് സന്ദേശം വരികയാണ്. രാവിലെ 4:13 സന്ദേശം വരികയാണ്. ഇതാ ഞങ്ങൾ മിയാമിയിൽ എത്താറായി. അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ ഞങ്ങൾ മിയാമിയിൽ ഇറങ്ങാൻ പോവുകയാണ്. മിയാമിയുടെ വഴിമടക്കുകൾ ഞങ്ങൾ വിമാനത്തിൽ നിന്നുകൊണ്ട് കാണുകയാണ്. വിമാനത്തിന്റെ പൈലറ്റിൽ നിന്ന് സന്ദേശം വരുമ്പോ മിയാമിയുടെ തെക്കേ അമേരിക്കയുടെ റഡാർ സംവിധാനത്തിലേക്ക് വിമാനം
വിമാനം പറന്നു പോകുന്നത് റഡാറിന്റെ സ്ക്രീനുകളിൽ കാണാം. വിമാനയാത്രക്കാരെ റഡാറിന്റെ സ്ക്രീനുകളിൽ കാണാം. പൈലറ്റിന്റെ കോക്പിറ്റിൽ നിന്ന് വിമാനത്തിന്റെ സന്ദേശങ്ങൾ തെളിഞ്ഞു കാണുമ്പോ രാവിലെ 4:13 അവര് പറയുന്നത്, ഇതാ മിയാമിയിലേക്ക് ഞങ്ങൾ എത്താൻ പോവുകയാണ്. വെറും 980 കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. 1 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോ റഡാറിന്റെ സ്വാതന്ത്ര്യം കറുത്തതായി. ഒരു സിഗ്നൽ പോലും കാണുന്നില്ല. അവസാനം 1948 ഡിസംബർ 28 രാവിലെ 4:13 അതിൽ സഞ്ചരിച്ച 370 പേരുടെ ഒടുക്കത്തെ ശബ്ദം കേട്ടതാണ്. ഇതേവരെ ആ ശബ്ദം പിന്നെ ആരും കേട്ടിട്ടില്ല. ആ വിമാനം പിന്നെ ഇതേവരെ ആരും കണ്ടിട്ടില്ല. അതിന്റെ ഒരു അവശിഷ്ടം പോലും ലോകത്താർക്കും കിട്ടിയിട്ടില്ല. എത്രയോ സംഭവങ്ങളാണ്. യുദ്ധവിമാനം പോയി 373 യാത്രക്കാരുമായി തകർന്നു വീഴുമ്പോ, യുദ്ധവിമാനം പോയി 273 യാത്രക്കാരുമായി തകർന്നു വീഴുമ്പോ എവിടെയാണെന്ന് അറിയാൻ കഴിയാതെ തെക്കേ അമേരിക്കയിൽ നിന്ന് 3-ാമത്തെ ദിവസം 5 പോർവിമാനങ്ങളാണ് ഇത് കാണാൻ വേണ്ടി ഒന്നിച്ചു പോകുന്നത്. ഒരാളായിട്ട് പോകുമ്പോഴല്ലേ കാണാതിരിക്കുന്നത്. 5 പോർവിമാനങ്ങൾ ഒന്നിച്ച് വളർന്നു പോയി ബർമുഡ ട്രയാങ്കിളിലേക്ക്. റഡാറിൽ 5 വിമാനങ്ങൾ പോകുന്നത് കാണാം. ഒരല്പ നിമിഷം കഴിയുമ്പോ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ലോകത്തിന്റെ ഇതേ അവരാരും കണ്ടെത്തിയിട്ടില്ല. അവസാനം ബർമുഡ ട്രയാങ്കിളിന്റെ ഈ വിവരണത്തിന് ശേഷം അതിൽ മുങ്ങിപ്പോയ എല്ലാ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും രേഖയുണ്ട്. അതിനുശേഷം പറയുന്നു, ഇതേവരെ ഇതിന്റെ രഹസ്യമേതെന്ന് പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, റൂഹിനെ നോക്കി നിന്ന മനുഷ്യ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ലോകത്തെ മുഴുവനും രക്തം കുറ്റിവറ്റിക്കുന്ന അമേരിക്കയുടെ 980 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം നടക്കുന്നത്. വെറും 1000 കിലോമീറ്ററിന്റെ പരിധിക്കുള്ളിൽ നടന്നിട്ട് ലോകത്തിന്റെ സർവ്വ അനക്കങ്ങളിലും ഇടപെടുന്ന അമേരിക്ക എന്ന ലോക സാമ്രാജ്യത്തിന് ഇതേ ഒരു സാമ്രാജ്യത്തിന്റെ ശക്തികൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ 5 പോർവിമാനങ്ങൾ പോയവരിൽ അപ്രത്യക്ഷമാവുമ്പോ ഇതിന്റെ രഹസ്യം എന്താണ്? എവിടെയാണിത് കഴിയുന്നത്? കുറെ ആളുകൾ പറഞ്ഞു കടൽ കൊള്ളക്കാര് തട്ടിയെടുത്തതാണ്. കാരണം അമേരിക്കയിൽ നിന്ന് മിയാമിയിലേക്ക് പോകുന്ന സ്വർണവും വെള്ളിയും കയറ്റി വിമാനങ്ങളും കപ്പലുകളും പോകുന്നത് ഇതുവഴിയാണ്. കടൽ കൊള്ളക്കാര് തട്ടിയെടുത്തതാന്ന് പറയുമ്പോ അതിന്റെ ഒരു അവശിഷ്ടമെങ്കിലും കാണേണ്ടതല്ലേ? മരിച്ചവരുടെ ജഡമെങ്കിലും കിട്ടേണ്ടതല്ലേ? ഇതേവരെ തുരുമ്പ് പിടിച്ച ആണി പോലെ 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇതേവരെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സഹോദരാ, നിനക്കറിയാത്തത് പരലോകത്തും മറഞ്ഞു കിടക്കുകയാണ്. എന്താണ് ബർമുഡ ട്രയാങ്കിളിൽ സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രത്തിന് പോലും ഇതിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ശാസ്ത്രത്തിന് പോലും പറയാൻ പറ്റാത്ത എത്ര രഹസ്യങ്ങൾ ദുനിയാവിലുണ്ടെങ്കിൽ മണ്ണിന്റെ അടി കിടക്കുന്ന രഹസ്യം നമ്മൾ പറയാതിരിക്കണോ? എങ്ങനെയാണെങ്കിലും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി ഖബറിലേക്ക് കിടക്കാൻ, എങ്ങനെയാണെങ്കിലും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരു ദിവസം മരിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖബറിലേക്ക് കൊണ്ടുപോകും. ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ നാം എല്ലാവരും ഒരു ദിവസം ഒരു യാത്ര ചെയ്യും. ഒടുക്കത്തെ യാത്ര, അവസാനത്തെ യാത്ര. അവസാനത്തെ യാത്ര. ഇതേവരെ സ്വന്തമായി നടന്ന നിന്നെ 4 പേരുടെ ചുമറ്റിലേറ്റി ദിക്കർ ചൊല്ലി വെമ്പായം പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവരും അല്ലേ? ദുനിയാവിൽ ആരും നോക്കാത്തവനാണെങ്കിലും ഞാൻ ബർസഖിലോട്ട് കടന്നു വരികയാണ്. അപ്പൊ നമ്മൾ തീരുമാനിച്ചു, അല്ലാഹുവേ, ഇനി പറയാൻ പോകുന്ന രഹസ്യങ്ങൾ ഞാൻ അംഗീകരിക്കാതിരിക്കാൻ. കാരണം എനിക്കറിയാൻ പാടില്ലാത്ത പലതും ഇനി ദുനിയാവിൽ തന്നെ ഉണ്ടെന്നുള്ള ഓർമ്മയോട് കൂടി വേണം ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാൻ. എന്താണത്? ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന നാം 4 പേരുടെ ചുമലിലേക്ക് മരണത്തിന്റെ അടിമയായി ഈ മണ്ണിനോട് മണ്ണടിച്ച് കഴിയുന്ന നാം 4 പേരുടെ ചുമലിലേക്ക് നിന്നെ കൊണ്ടുപോവുകയാണ്. തൽബിയത്ത് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സന്തൂക്ക് കട്ടിലേറി നാം വരികയാണ്. റോഡിലൂടെ പോകുന്ന സമയത്ത് ഓരോരുത്തരുടെ ചുമല് മാറി ക്യാ ഹേ ദസ്തൂർ ദുനിയാ ഹദാരെ मरने दम तक किसी ने न पूछा, बाद मरने को मैयत को मेरे लोग
ഇത്രയും നാൾ എന്നെ തിരിഞ്ഞു നോക്കാത്തവന് എന്നെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. നടന്നവൻ പള്ളി മുമ്പിലെത്തി. എല്ലാവരും നിന്റെ പുറകിൽ നിന്ന് 2 റക്അത്ത് നിന്റെ പുറകിൽ നിന്ന് നമസ്കരിക്കും. എന്നിട്ട് എല്ലാവരും കൂടെ കൂടിയെടുത്തിട്ട് വെമ്പായം പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി നിന്നെ വെച്ച് കഴിയുമ്പോ സഹോദരങ്ങളെ, എങ്ങനെയാണെങ്കിലും ഒരു ദിവസം നടന്നേ പറ്റുകയുള്ളൂ. അതറിയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച വെമ്പായം പള്ളിയുടെ ജുമാ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടതുഭാഗത്തിരിക്കുന്ന ഖബർസ്ഥാനിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. അവിടെ കിടക്കുന്ന ഖബറിന്റെ തലഭാഗത്ത് എത്രയോ മൈലാണ്ടി ചെടികളാണ് മുളച്ചു നിൽക്കുന്നത്. ഖബറിന്റെ തലഭാഗത്ത് എത്രയോ മൈലാണ്ടി ചെടികൾ. ഒന്ന് നോക്കുക, നിറഞ്ഞു നിൽക്കുന്ന മണൽക്കാടിലേക്ക് എത്രയോ മൈലാണ്ടി ചെടികളാണ് ഖബറിന്റെ തലഭാഗത്ത് മുളച്ചു നിൽക്കുന്നത്. ആ മൈലാണ്ടി ചെടി നിന്നെ നോക്കി ചിരിക്കുന്നത് കാണാം. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് വെമ്പായം പള്ളിയിൽ നിന്നിറങ്ങുമ്പോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പള്ളിയിൽ നിന്നിറങ്ങുമ്പോ പള്ളിപ്പറമ്പിൽ പറന്ന് കിടക്കുന്ന മൈലാണ്ടി ചെടി നിന്നെ നോക്കി ചിരിക്കുന്നത് കാണാം. മൈലാണ്ടി ചെടി നിന്നെ നോക്കി പരിഹസിക്കുകയാണ്. ഖബർക്കാട്ടിലെ മൈലാണ്ടി ചെടിക്ക് പറയാനുള്ള കഥ എന്താണ്? പെങ്ങളെ, കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തിന്റെ കഥ കണ്ടാൽ പോരാ, ഖബറിലേക്ക് കിടക്കുന്ന ഖബർസ്ഥാനിൽ കിടക്കുന്ന മൈലാണ്ടി ചെടിയുടെ കഥ കേൾക്കണം. ആ കഥയാണ് വല്ലാത്ത കഥ. ഖബർക്കാട്ടിലെ മൈലാണ്ടി ചെടിക്ക് പറയാനുള്ളത് എന്താണ്? നെഞ്ചു തിരിച്ചുകൊണ്ട് നീ എന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നവോ, നീ ഇവിടെ വന്ന് കിടക്കില്ല എന്ന് നീ ധരിക്കുന്നവോ, എടാ നിന്റെക്കാൾ വലിയ കൊലകൊമ്പന്റെ, നിന്റെക്കാൾ വലിയ രക്ഷാധിപതിയുടെ, നിന്റെക്കാൾ നെഞ്ചു തിരിച്ചുകൊണ്ട് ഇതിലെ നടന്നു പോയവന്റെ തലയ്ക്കുള്ളിലെ വളം വലിച്ചെടുത്തിട്ടാണടാ ഞാനിവിടെ മുളച്ചു നിൽക്കുക. ഖബർക്കാട്ടിലെ മൈലാണ്ടി ചെടിക്ക് നമ്മളോട് പറയാനുള്ള ദിക്കതയാണ്. എത്ര കൊലകൊമ്പന്മാരുടെ തലയ്ക്കുള്ളിലെ വളമാണെന്നറിയുമോ? വളമാണ് ഈ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പുട്ടി എന്നറിയുമോ? കൽബ് തുറന്ന് നോക്കുക. ഖബറടക്കുമ്പോൾ വലത് ഭാഗത്ത് തലഭാഗത്ത് ഞാൻ കുളിച്ചിട്ട മൈലാണ്ടി ചെടിയുടെ 2 കമ്പുകൾ എങ്ങനെയാണിത് പറന്നു വന്നിരിച്ച് വൃക്ഷമായത്? എങ്ങനെയാണ് ഇത്ര കാതിലുള്ള ഒരു വൃക്ഷമായി മാറിയത്? എത്ര കൊലകൊമ്പന്മാരുടെ തലയ്ക്കുള്ളിലെ വളമാണെന്നറിയുമോ? നാളെ നീയും ഇതേപോലെ വന്നിവിടെ കിടക്കും. നിന്റെ കഫൻ തുണിയില് നിന്റെ തലച്ചോറിലെ വളം ഞാൻ വലിച്ചെടുക്കുമ്പോഴാണ് ഇപ്പോഴിരിക്കുന്ന ഈ മരങ്ങൾ പോലും നമ്മളോട് പറയുമ്പോ, ദുനിയാക്കെ മുസാഫിർ മൻസിൽ തിരി ഖബറുകൾ ദുനിയാവെ കൈസർ ഹനാ लाखों दलोड आए फती नहान कोई मिट्टी से सो रही है. ए ദുനിയാവിലെ യാത്രക്കാരാ, നടന്ന് നീ വന്നെത്തേണ്ടത് ഇവിടെ കാട്. നീ ഓരോ കാലടി മുന്നോട്ട് വെക്കുമ്പോഴും അത് നിന്റെ ഖബറിലേക്കുള്ള വരവാണെന്ന് പറഞ്ഞ പോലെ നടന്ന് നമ്മൾ ഖബറിലെത്തിച്ചേർന്നിടും. നാളെ കൊഴിയും തോറും നമ്മുടെ ആയുസ്സന്നം കുറഞ്ഞിടും. ഓരോ നാള് കുടിയുമ്പോഴും ആയുസ് കുറയുകയാണ്. ഒരു നാള് മുന്നോട്ട് വെക്കുമ്പോ ആയുസ്സൊന്ന് നുരടി കുറയുകയാണ്. നീ ഖബറിലേക്ക് വരേണ്ടവനാണ്, ഇവിടേക്ക് വരേണ്ടവനാണ്. എല്ലാവരും വന്ന് കിടക്കേണ്ട ഖബറാണ്. ഒരു ദിവസം ഈ ശരീരം എടുത്തിട്ട് ആലമുൽ ബർസഖ് എന്ന് പറയുന്ന 4ാമത്തെ ലോകത്തിലേക്ക് ആ ശരീരം എടുത്തിട്ട് ഖബറിന്റെ തലഭാഗത്ത് ആളുകൾ നിരന്ന് നിൽക്കും. ഈ ശരീരം എടുത്തിട്ട് ഖബറിന്റെ ഉള്ളിലേക്ക് നിന്റെ 4ാമത്തെ ലോകമാണ്. 4ാമത്തെ ലോകം വളരെ തുടുസാണ് സഹോദരങ്ങളെ. കൈ നീട്ടാൻ ഇടമില്ല, കാലി നീട്ടാൻ ഇടമില്ല. കൈപൊക്കിയാലും മുകളിന്റെ വൻതൊട്ടയിൽ കിടക്കുന്ന 6 അടി മാത്രമുള്ള ഒരു ചെറിയ ലോകമാണ് 4ാമത്തെ ലോകം. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും തുടുസായ ലോകമാണ്. നിന്റെ മയ്യത്തെടുത്തും മണ്ണിലോട്ട് വെക്കുമ്പോ ആദരവായ പ്രവാചകൻ പറയുന്ന ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, നിന്റെ 4ാമത്തെ ലോകത്തില് നിന്റെ ശരീരം എടുത്ത് മണ്ണിലോട്ട് വെക്കുമ്പോ ആ ഖബറിലുണ്ടാവുന്ന ഒന്നാമത്തെ അനുഭവം ആദരവായ പ്രവാചകൻ പറയുന്നു, ആ ഖബർ മനുഷ്യനെ കെട്ടിപ്പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സാധാരണ ഖബറിലേക്ക് വെച്ചാലും 3 അനുഭവമാണ്. ഒന്നാമത്തെ അനുഭവം നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ നമ്മൾ അതിഥിയെ സ്വീകരിക്കും. എങ്ങനെയാ സ്വീകരിക്കുന്നേ? ചില ആളുകൾ മുഷാഫാത്ത് ചെയ്യും, ചില ആളുകൾ ഷെയ്ക്കാൻഡ് കൊടുക്കും, ചില ആളുകൾ അറബികളൊക്കെയാണെങ്കിൽ കെട്ടി അങ്ങ് പിടിക്കും. യാ അല്ലാഹ് ഒരു കെട്ടിപ്പിടുത്താണ്.
നമ്മളൊക്കെ ആദ്യമായിട്ട് അറബിയിൽ ചെന്നിറങ്ങുമ്പോ അറേബ്യൻ അറേബ്യൻ സംസ്കാരം എന്താ? കെട്ടി അങ്ങ് പിടിക്കും അല്ലേ? അബ്ദുള്ള ആ കെട്ടിപ്പിടിക്കലാണ്. 4 വർഷം കഴിയുമ്പോ അറബി എത്തിങ്ങാനല്ലേ ഒന്നാട്ടി. അപ്പോ ഓരോരുത്തരും അതിഥി വരുമ്പോ ആതിഥേന് ഒരു സംസ്കാരമുണ്ട്. ദക്ഷിണാഫ്രിക്കയില് മോങ്കോള എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ അതിഥിയെ സ്വീകരിക്കുന്നവங்க എങ്ങനെയാണെന്നറിയോ? ആരും ആ സ്ഥലത്തേക്ക് പോവരുത്. അവിടെ അതിഥിയെ സ്വീകരിക്കുന്നത് വരുന്ന അതിഥി വീടിന്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ അവിടെ കമിഴ്ന്ന് കിടക്കണം. വീട്ടുകാരൻ 3 പ്രാവശ്യം ചവിട്ടി അകത്ത് കയറും, വെളിയിലിറങ്ങും, വീണ്ടും അകത്ത് കയറും, വീണ്ടും വെളിയിലിറങ്ങും. ദക്ഷിണാഫ്രിക്കയിലെ മോങ്കോള എന്ന് പറയുന്ന ഗ്രാമത്തിൽ അതിഥിയ സംസ്കാരമാണ്. അങ്ങനെ ആ ഭാഗത്തേക്കൊന്നും ആരും വിസിയെടുക്കണ്ട. അങ്ങനെ ചില വിചിത്രമായ ചില ഭാവവ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ തടിയുള്ളവൻ ആ 3 പ്രാവശ്യം കയറി ഇറങ്ങി അവസാനം ലോറി കയറി തമളമാതിരിയോ 3 പ്രാവശ്യം കയറി പിന്നൊന്നും തിന്നാനൊന്നും ഉണ്ടാവൂല. ഈ നല്ല തടിയുള്ളവരാണെങ്കിലേ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഓടി വിട്ടാല് വെയിറ്റ് ചെയ്ത് പിന്നെ യന്ത്രം ഉണ്ടല്ലോ, ഭയങ്കര തടിയുള്ള ഒരാൾ അതിനകത്ത് കയറിയിട്ട് ഒരു റൂട്ട് കൊടുത്തു. ഒരു വലിയ പേപ്പർ നിറച്ചെഴുതി വന്നു. അവൻ വിചാരിച്ചു പഠിച്ചവൻ എനിക്ക് ഇത്രയും വെയിറ്റോ വലിയ പേപ്പർ നിറച്ചെഴുതി വിടാൻ. അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്ന അമിതഭാരം കയറ്റി യന്ത്രം കേടാക്കരുത്, ദയവായി താഴെയിറങ്ങാം. അത്രയും വെയിറ്റുള്ള ഒരാളാണ് അതിലൂടെ കയറിയെങ്കിൽ അതോടെ പോയി. ഖബർ നമ്മുടെ വീടാണ് അല്ലേ? ഖബർ എന്ന് പറയുന്ന വീട്ടിലോട്ട് പോകുമ്പോ അതിഥി നമ്മളാണ്, ആതിഥേയം ഖബറാണ്. ഖബർ എങ്ങനെയാ സ്വീകരിക്കുക? അല്ലാഹുവിന്റെ പ്രവാചക ആ ഖബറിൽ കെട്ടിപ്പിടിക്കും തന്റെ അടുക്കലേക്ക് തന്റെ അതിഥി വരുമ്പോ ആതിഥേയനായ ഖബർ ആലമുൽ ബർസഖ് എന്ന് പറയുന്ന 4ാമത്തെ ഘട്ടത്തില് 1ാമത്തെ അനുഭവമാ. ഖബർ വരുന്ന മനുഷ്യനൊരു ഒറ്റ കെട്ടിപ്പിടിക്കുമോ? ഇതാദ്യം പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബ് റളിയല്ലാഹു തആല വഫാത്തായി. അള്ളാഹുവിന്റെ റസൂല് സൈനബ് റളിയല്ലാഹു തആലയുടെ മയ്യിത്തുമായി അള്ളാഹുവിന്റെ റസൂൽ ആ പൊന്നുമോളുടെ മയ്യിത്തെടുത്ത് ഖബറിലോട്ട് വെച്ച് കഴിയുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം വല്ലാതെ ചതുരങ്ങളായി, റസൂലുള്ളാഹിയുടെ കണ്ണുകൾ ചതുരങ്ങളായി. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തള്ളിയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ വല്ലാതെ പേടിച്ച് കരയുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് അങ്ങയുടെ കണ്ണിലൂടെ കണ്ണുനീര് വരുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ പൊന്നുമോള് സൈനബ്, ആ സൈനബിന്റെ മയ്യത്തെടുത്ത് ഖബറിലോട്ട് വെച്ച് കളഞ്ഞപ്പോ ഖബറിന്റെ സൈനബിനെ അങ്ങ് വല്ലാതെ അങ്ങ് കെട്ടിപ്പിടിച്ചു കളഞ്ഞു. ആ ഖബർ വല്ലാത്ത ആണെങ്കിൽ അങ്ങ് പറന്നു കളഞ്ഞു. റസൂലുള്ളാഹി പറയുകയാണ്, ആ ഖബർ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചപ്പോ സൈനബിന്റെ വാരിയെല്ലുകൾ പരസ്പരം കോർന്നു പോകുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട സൈനബിനെ ഖബർ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. സമയ സൗതഹാ മാ ബൈനൽ ഹറാദിഖൈർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൈനബിനെ ഖബർ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചപ്പോ സൈനബിന്റെ വാരിയെല്ലുകൾ പരസ്പരം നെഞ്ചും കൂടി തകർന്നു പോയി. ആ വാരിയെല്ല് പൊടിയുന്ന ശബ്ദം കിഴക്കൻ ചക്രവാളത്തിലെയും പടിഞ്ഞാറൻ ചക്രവാളത്തിലെയും സർവ്വ വസ്തുക്കളും ആ സൈനബിന്റെ വാരിയെല്ല് പൊടിയുന്ന ശബ്ദം കേട്ടുപോയി. എന്റെ പൊന്നുമോള് സൈനബിന്റെ മയ്യത്തെടുത്ത് ഖബറിലോട്ട് വെച്ചപ്പോ ഖബറിന്റെ സൈനബിനെ കെട്ടിപ്പിടിച്ചപ്പോ അവളുടെ വാരിയെല്ല് പൊടിയുന്ന ശബ്ദം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു. അത് കേട്ടിട്ടാണ് ഞാൻ കരഞ്ഞു പോയതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ആലമുൽ ബർസഖ് എന്ന് പറയുന്ന 4ാമത്തെ ഘട്ടത്തില് 4 നാളും നിങ്ങൾ സുരക്ഷിതമായി കിടക്കുന്ന ആ ഖബറിലോട്ട് കടന്നു ചെന്നാൽ എത്ര വലിയവനാണെങ്കിലും ഖബറിൽ കെട്ടിപ്പിടുത്തം പിടിക്കും. ആ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് ആരും ഒരുവല്ലെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ ശബ്ദം ശ്രവിക്കാനുള്ള തിരിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ടവങ്ങളോട്, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, റസൂലുള്ളാഹിന്റെ മോളുടെ കഥയാണ് ഈ പറയുന്നത്. സാധാരണക്കാരിയല്ല, അഹ്ലു ബൈത്തിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഖബറങ്ങടി കെട്ടിപ്പിടിച്ചപ്പോ വാരിയെല്ലുകൾ പടിയുന്ന ശബ്ദം കിഴക്ക് ചക്രവാളത്തിലെയും പടിഞ്ഞാറൻ ചക്രവാളത്തിലുള്ള സർവവസ്തുക്കളും കെട്ടുപോയി എന്ന് പറയുമ്പോ എന്റെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ? അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ, യാ മാശറൻ നിസാ ഇത്തഖുല്ലാഹ്,
സൂക്ഷിച്ചു ജീവിക്കണേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ആരെ കൊണ്ടുപോയി വെച്ചാലും ഖബർ കെട്ടിപ്പിടിക്കും. ഹാഫിളാണെങ്കിലും തങ്ങളാണെങ്കിലും ഹാഫിളാണെങ്കിലും ഈ ഖബറിന്റെ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് ആരും ഒഴിവായിട്ടില്ല. ഒരേ ഒരാളൊഴികെ ഒരാൾ മാത്രം ഖബർ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പോരാ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഈ സദസ്സ പ്രവാചകന്റെ സലാത്ത് കൊണ്ട് നിറയുകയാണ്. ഈ സലാത്ത് കൊണ്ട് ആ പ്രവാചകന്റെ സലാത്ത് കൊണ്ട് ഈ സദസ്സ് നിറയട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയുടെ പ്രാന്തപ്രദേശത്ത് പ്രവാചകന്റെ വരമെടുത്തു തുടങ്ങിയത്രേ. ആരുടെയെങ്കിലും മുമ്പിൽ എന്റെ പേര് പറയപ്പെട്ടിട്ട് എന്റെ പേര് കേട്ടിട്ട് ആരെങ്കിലും സലാത്ത് പറയാൻ മറന്നുപോയാ അവൻ സ്വർഗത്തിലേക്കുള്ള വഴി മറന്നു പോയവനാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അത് മാത്രമല്ല, നിങ്ങളുടെ ഇടയിൽ കടബാധ്യതയുള്ള, പ്രയാസങ്ങളുള്ള, ദാരിദ്ര്യമുള്ള ആരും ഉണ്ടാവാതിരിക്കില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാടും കൊണ്ടും പ്രയാസപ്പെടുമ്പോ ഈ കോരിത്തൊരിക്കുന്ന മഴയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു ഉപദേശമുണ്ട്. എന്താണ് ആ ഉപദേശം എന്നറിയുമോ? അല്ലാഹ് റസൂലിന്റെ അടുക്കിലേക്ക് ഒരു സ്വഹാബിയോട് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ ഒരു ദിവസം എത്ര സലാത്ത് ചൊല്ലണം നബിയെ? കേൾക്കണേ ചെറുപ്പക്കാരാ, തിരുവനന്തപുരം ജില്ലയിലെ ചെറുപ്പക്കാരാ കേട്ടുകൊള്ളുക, തിരുവനന്തപുരം ജില്ലയിലെ പെങ്ങളെ കേട്ടുകൊള്ളുക. അല്ലാഹു റസൂലിന്റെ മറുപടി വന്നു, മദീനയുടെ നായകന്റെ മറുപടി വന്നു, പച്ചക്കുപ്പയുടെ നായകന്റെ മറുപടി വന്നു. അല്ലാഹു റസൂൽ പറഞ്ഞു, സഹാബി, നീ എത്ര വേണമെങ്കിലും ചൊല്ലിക്കൊള്ളുക, നിന്റെ മനപ്രയാസം മാറുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റസൂലിന്റെ റൗള ശരീഫില്ലയോ പച്ചക്കുപ്പയുള്ള വെള്ളമിനാരം കൊണ്ട് അനുഗ്രഹമാക്കപ്പെട്ട വെള്ളക്കൊട്ടാരം, വെള്ളക്കൊട്ടാരമാണെന്ന് അല്ലാഹു റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ തപ്പനമരത്തിന്റെ ഓലകൾ ചാരിവച്ച മസ്ജിദ് നബവിയുടെ ചരിത്രം പ്രഖ്യാപിച്ച ആ പ്രവാചകന്റെ വെള്ളക്കൊട്ടാരം അല്ലാഹു റസൂലിന്റെ റൗള ശരീഫിലോട്ട് കടന്നു ചെല്ലുമ്പോ, ബാബു സലാമിലൂടെ കടന്നു ചെല്ലുമ്പോ ആദ്യം നമുക്ക് കാണാം വെള്ളപ്പറവ പിടിച്ച കുറച്ച് സ്ഥലം. എല്ലായിടത്തും ചുവന്ന കാർപ്പറ്റാണ്, വെളുത്ത കാർപ്പറ്റിൽ ചിത്രപ്പടിയുള്ള ഒരേ ഒരു സ്ഥലം കാണാം. ആ സ്ഥലമാണ് ഭൂമിയിലെ സ്വർഗം. മാബൈന ബൈതി വ മിംബരി റൗളത്തു മിൻ റിയാദിൽ ജന്ന. കണ്ണു നനഞ്ഞുപോയി 2 റക്അത്ത് നിസ്കരിച്ച സ്ഥലമാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടോ? മരിച്ചു കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, വിദാ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, സിറാത്ത് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, നന്മ തിന്മകളെ തൂക്കിയതിനു ശേഷമുള്ള സ്വർഗമല്ല. എന്റെ സഹോദരങ്ങളെ, ഭൂമിയിലൊരു സ്വർഗമുണ്ട്. ആ സ്വർഗം എവിടെയെന്നറിയുമോ? അതെവിടെയെന്നറിയുമോ? അത് മുസിറ്റിപ്പിയിലല്ല, യൂറോപ്പിലല്ല, ആഫ്രിക്ക തൂങ്ങിക്കിടക്കുന്ന കാശ്മീരിന്റെ മരുതിയിലല്ല, വിദിപ്പിയിലല്ല, യൂറോപ്പിലല്ല, ഫ്രാൻസാദിഗോയിലല്ല. പിന്നെ എവിടെയാ? അവന്റെ പ്രവാചകൻ, അതിന്റെ നേതാവ്, നാളെ സിറാത്തിൽ കൈപിടിക്കേണ്ട ഹൗലിന്റെ നായകനെ, മദീനയുടെ നായകനെ, മഖാമുൽ മഹ്മൂദിന്റെ നായകനെ, അല്ലാഹു റസൂലുള്ളാഹി ഇവിടെത്തിട്ട് വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പോയ സ്ഥലം, ആ പ്രവാചകന്റെ പാദം പതിഞ്ഞ സ്ഥലം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ലോകത്തിന് പ്രവാചകൻ ജീവിച്ചിരുന്നു. ആ പ്രവാചകന് ബാങ്ക് കേട്ടപ്പോൾ പള്ളിയിലോട്ട് പോയ സ്ഥലം. അല്ലാഹ് പറഞ്ഞു, ഇത് ഭൂമിയിലെ സ്വർഗമാണ്. ഒരു പ്രവാചകൻ ജീവിച്ച സ്വർഗം പോലും, ഒരു പ്രവാചകൻ ജീവിച്ച സ്ഥലം പോലും സ്വർഗമായി മാറി. ആ സ്വർഗത്തിലും എത്തിപ്പെടാൻ, അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ വെള്ളക്കാരൻ ചവിട്ടി അകത്ത് കയറുന്നത് കാണുമ്പോ, അറബികൾ തിരക്ക് കൂട്ടുന്നത് കാണുമ്പോ ഞാൻ ഓർത്തുപോയി, ഇവിടെ തിരമാല ഒഴുകുമോ? ആളുകളുടെ കണ്ണിലൂടെ കണ്ണുനീര് തടന്നൊഴുകുന്നു. അല്ലാഹുവേ, ഒരു മനുഷ്യൻ കരഞ്ഞാലും 3/4 ലിറ്റർ കണ്ണുനീരേ വരൂ
എന്നാണ് സയൻസ് പറയുന്നത്. സയൻസേ നിനക്ക് തെറ്റിപ്പോയി. എന്റെ പ്രവാചകന്റെ റൗളയിൽ കരഞ്ഞപ്പോൾ പോയത് 3/4 ലിറ്റർ അല്ല, 3/4 ലിറ്റർ എന്നാണ് സയൻസ് പറയുന്നത്. ഇത്രത്തോളം കണ്ണുനീരൊഴുകിയ സ്ഥലം അല്ലാഹുവിന്റെ റസൂലിന്റെ പൂങ്കാവനം, അല്ലാഹുവിന്റെ റസൂലിന്റെ പൂങ്കാവനം. മാബൈന ബൈതി വ മിംബരി റൗളത്തു മിൻ റിയാദിൽ ജന്ന. ആ സ്വർഗ്ഗപ്പൂന്തോപ്പ് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തിന് മിമ്പർ കാണാം. അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ നിർവഹിച്ച മിമ്പർ, അല്ലാഹുവിന്റെ റസൂൽ കേറി നിന്ന മിമ്പർ. അത് കഴിഞ്ഞാൽ ഒരു സ്വർണത്തിന്റെ കളറുള്ള കൂടാരം കാണാം. ആ കൂടാരത്തിന്റെ ഭാഗത്തോട്ട് കടന്നു ചെല്ലുമ്പോ ആദ്യം നമുക്ക് കാണാം 2 ഹോളുകളെ കാണാം. ആദ്യത്തെ ഹോളിൽ ആരെയും ഖബറില്ല, അവരുടെ ആരെയും അടക്കം ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഹോളിലാണ് നമ്മുടെ എല്ലാവരെയും ആദർശത്തിന്റെ നായകൻ ആദരവായ പ്രവാചകന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ, കഅബയ്ക്ക് ബദർ തുജാ നബി മുഹമ്മദ് മുസ്തഫ, ആമിനയുടെ പൂമണിയേ നബി മുഹമ്മദ് മുസ്തഫ, അബ്ദുള്ളയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ, സഫാ മർവയുടെ സാറ്റുല്ലനെ നബി മുഹമ്മദ് മുസ്തഫ, റൗളയുടെ പ്രകാശമേ നബി മുഹമ്മദ് മുസ്തഫ, ജിബ്രീലിന്റെ സദീർത്തരേ നബി മുഹമ്മദ് മുസ്തഫ, ജിബ്രീലിന്റെ സദീർത്തരേ നബി മുഹമ്മദ് മുസ്തഫ, ഖുർആനിന്റെ സാരഥിയേ നബി മുഹമ്മദ് മുസ്തഫ, ലാ ഇലാഹെ ഹർ ജഗ തേരി അദാ കാ സാത്തോ ശാഫിയെ ഫീ ദാർ ഹുസ്നെ മുസ്തഫ കാ സാത്തോ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഈ സ്വലാത്ത് കൊണ്ട് ഞങ്ങളെ എത്തിക്കണേ തമ്പുരാനെ. നിങ്ങളുടെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹമാണ് നിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ശരീഫിലേക്ക് എത്തുക എന്നത്. അല്ലാഹുവേ, ഇവിടെ കൂടി എല്ലാവർക്കും ആ വിശുദ്ധ മണ്ണിൽ എത്താ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ആരെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചാലും ഖബർ ഞെരിക്കും. അല്ലാഹു കാക്കട്ടെ. ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല, ഒരാളൊഴികെ. ഒരാൾ മാത്രം വന്ന് രക്ഷപ്പെട്ടു. ആരാണത്? ഒരാൾ മാത്രം അതിനൊഴിവായി. ആരാണത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രയേറെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടും അതിൽ നിന്ന് ഒഴിവായത് ഒരു സ്ത്രീയാണ്. ആരാണ് സ്ത്രീ? ഒരേ ഒരു സ്ത്രീക്ക് മാത്രം ഒഴിവാക്കി കൊടുത്തു അല്ലാഹു. ഒരു സ്ത്രീ, അവൾ സ്ത്രീയായാൽ. സഹോദരങ്ങളെ, സ്ത്രീകളുടെ പതിവ് എന്താണ്? അള്ളാന്റെ റസൂൽ ജനിച്ചത് മക്കയിലാണ്, റസൂലിന്റെ ഖബറടക്കപ്പെട്ടതോ മദീനയിലാണ്. റസൂലുള്ളാഹി ഇബ്രാഹിം നബിയാണ് കഅബാലയം പണിതത്. പക്ഷെ ഇബ്രാഹിം നബിയുടെ ഖബർ കഅബാലയത്തിന്റെ മുറ്റത്തിലാക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുത്തില്ല. ഇബ്രാഹിം നബിയുടെ ഖബറണം പലസ്തീനിലാണ്. കഅബാലയം പണിത ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബി കഅബാലയത്തിന്റെ മുറ്റത്ത് കിടന്നിറങ്ങിയ പലസ്തീനിലാണ് കിടന്നിറങ്ങിയത്. ലോക മുസ്ലിമീങ്ങൾ 168 കോടി മുസ്ലിമീങ്ങൾ നെഞ്ചു തിരിച്ചു വെച്ചിരിക്കുന്ന കഅബാലയത്തിന്റെ മുമ്പിൽ അന്ത്യവിശ്രമം കൊള്ളാൻ അല്ലാഹു ലോകത്താർക്കെങ്കിലും ഒരു മഹാഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മഹാഭാഗ്യം വാങ്ങിച്ചത് ഒരു കറുമ്പി പെണ്ണായിരുന്നു. കറുകറുത്ത ഒരു പെണ്ണ്, ബിബി ഹാജറ റളിയല്ലാഹു അൻഹ. വേറെ ആരുടെയും ഖബറിലെ കഅബാലയത്തിന്റെ മുറ്റത്ത് ഖബറടക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ എന്ന് മാത്രമല്ല, ഒരു കറുകറുത്ത അമേഘ വർണ്ണത്തിൽപ്പെട്ട അടിമപ്പെണ്ണ് ബിബി ഹാജറ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം, അടുത്ത കാലഘട്ടത്തിലെ സഹാബികളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൽമ് ഉണ്ടായിരുന്ന വ്യക്തി ഒരു പെണ്ണായിരുന്നു ബിബി ആയിഷ റളിയല്ലാഹു അൻഹ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അതിൽ നിന്ന് ഒഴിവായത് ഒരു പെണ്ണായിരുന്നു. ആരായിരുന്നു ആ പെണ്ണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇല്ലാ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ.
മോള് ഫാത്തിമയല്ല, റസൂലുള്ളാഹിയുടെ മോള് ഫാത്തിമയല്ല, ഫാത്തിമ ബിൻത് അസ്ദ് റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ പേറ്റുമ്മയാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവാണ്. അബൂ താലിബിന്റെ ഭാര്യയായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവായ ഇല്ലാ ഫാത്തിമ ബിൻത് അസ്ദ് റളിയല്ലാഹു അൻഹാ. എന്തൊരു ഭാഗ്യമാണെന്നറിയുമോ, എന്തൊരു ഭാഗ്യമാണെന്നറിയുമോ? ഫാത്തിമ ബിൻത് അസ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് സംസ്കരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എല്ലാത്തിനും കൂടെയുണ്ട്. മയ്യത്ത് ചുമന്നത് റസൂലുള്ളാഹിയാണ്, മയ്യത്ത് പൊതിഞ്ഞതും റസൂലുള്ളാഹിയാണ്. എന്തോരു ഭാഗ്യമാണെന്നറിയുമോ? ജിബ്രീൽ കയറി വന്ന ചുമരിൽ കയറി യാത്രയായി ഖബറിലേക്ക് ഫാത്തിമ ബിൻത് അസ്ദ് റളിയല്ലാഹു അൻഹാ. ചില സമയത്ത് റസൂലുള്ളാഹി മയ്യത്തിന്റെ മുമ്പിൽ നടക്കും, ചിലപ്പോൾ പുറകിൽ നടക്കും. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പോറ്റുമ്മയാണ്. ആമിന ബീബി മരണപ്പെട്ടതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്ത ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത് അസ്ദ് റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ റസൂൽ നേരെ ഫാത്തിമ ബിൻത് അസ്ദ് റളിയല്ലാഹു അൻഹയുടെ മയ്യത്തുമായി ഖബർസ്ഥാനിലെത്തി. അവിടെ എത്തിയ റസൂലുള്ളാഹി മയ്യത്ത് ഖബറിന്റെ കരയിൽ വെച്ചു. എല്ലാവരും നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഖബറിലേക്ക് ചാടി ഇറങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുഹമ്മദ് തിരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് ഇറങ്ങി റസൂലുള്ളാഹി അവിടുത്തെ കുപ്പായം ഊരി മാറ്റിയപ്പോ റസൂലുള്ളാഹിയുടെ സൂര്യനേക്കാൾ ചന്തമുള്ള ശരീരമുണ്ടല്ലോ. ആ ശരീരം റസൂലുള്ളാഹിയുടെ കമീസില്ല. അല്ലാഹുവിന്റെ റസൂൽ കമീസ് അങ്ങ് ഊരി മാറ്റിയിട്ട് ഖബറിനകത്തേക്ക് റസൂലുള്ളാഹി അങ്ങ് നീണ്ടു നിവർന്നു കിടന്നു. എന്നിട്ട് റസൂലുള്ളാഹി ഖബറിൽ കിടന്നിട്ട് അങ്ങ് ഉരുളാൻ തുടങ്ങി. ആ ഖബറിൽ കിടന്ന റസൂലുള്ളാഹി നിസാരത്തിന്റെ ശരീരമായിട്ട് ഉരുളാൻ തുടങ്ങി. മദീനത്തിന്റെ മണലാരണ്യം പോലും കണ്ടുകൊണ്ട് നാളം കൊള്ളുന്ന റസൂലുള്ളാഹിയുടെ തൂവെളിച്ചം, റസൂലുള്ളാഹിയുടെ നിസാരത്തിന്റെ തൂവെളിച്ചം, മദീനത്തിന്റെ ഈത്തപ്പഴ മരങ്ങൾ പോലും തണലിട്ട് കൊടുത്ത റസൂലുള്ളാഹിയുടെ നിസാരത്തിന്റെ ശരീരം ആ ഖബറിലോട്ടങ്ങ് ആ ഖബറിലേക്കൊന്ന് സ്പർശിച്ചു കഴിയുമ്പോ ഫാത്തിമ ബിൻത് അസ്ദ് റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്ത് ഖബറിന്റെ കലയിരിക്കുകയാണ്. അവിടെ മലർന്നുകൊണ്ട് റസൂലുള്ളാഹി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു അത്രേ, അല്ലാഹുവേ 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 അല്ലാഹു മഗ്ഫിർ ലി ഉമ്മീ ഉമ്മീ അല്ലാഹു മഗ്ഫിർ ലി ഉമ്മീ ബൈന ഉമ്മീ. അല്ലാഹുവേ എന്റെ ഉമ്മയ്ക്ക് ശേഷം എന്നെ പോറ്റി വളർത്തിയ എന്റെ പൊന്നുമയാണ്, ആ ഉമ്മയെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹി കൈനീട്ടി ഫാത്തിമ ബിൻത് അസ്ദ് റളിയല്ലാഹു തആല അൻഹ മയ്യത്തെടുത്ത് ഖബറിലേറ്റി വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ നിസാരത്തിന്റെ ശരീരം ആ ഖബറിലൊന്ന് ഉഴുന്നു എന്ന ഒറ്റ വർക്കത്ത് കാരണത്താൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ കാരണത്താൽ ഫാത്തിമ ബിൻത് അസ്ദിനെ മാത്രം ഖബർ സ്വീകരിക്കാൻ ഒരുക്കിയില്ലെന്ന് ലോകത്തിന്റെ മുത്തേ നബിയുൽ ഹറമൈൻ സയ്യിദുൽ ഖൗനൈൻ വസീലത്തുനാ ഫിദ്ദാറൈൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പെണ്ണ് കിട്ടിയ അപൂർവമായ ഭാഗ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, എന്റെ ശബ്ദം ശ്രവിക്കാൻ ഇവിടെ തരിച്ചു കൂടിയ എന്റെ പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരോട്, സഹോദരന്മാരെ കൊതിക്കണം. നമ്മൾ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവണം. ലോകത്തെല്ലാവരെയും ഖബർ വല്ലാതെ ഞെരുക്കുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെട്ട സൗഭാഗ്യം കിട്ടിയ ഫാത്തിമയെ നിങ്ങൾക്കറിയുമോ? കൽബാണ് ഫാത്തിമ കെട്ടാൽ പോരാ, കൽബാണ് ഫാത്തിമ എറിഞ്ഞാൽ പോരാ. അറിയണം നീ ഫാത്തിമയാണ് കബറിഞ്ഞപ്പോലും മണിയറയാക്കിയ ബഹുമാനപ്പെട്ട ഫാത്തിമയെ നിങ്ങൾക്കറിയുമോ? കടലിൽ കിടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും അരിപ്പിടിക്കാനുമുള്ള വല്ലാത്ത മോദരക്ഷയുടെ മരിപ്പറമ്പായി പോയ സാംസ്കാരിക അധിനിവേശത്തിന്റെ നടുവില് മതാവപ്പള്ളിന്റെ ദേശവിധാനം പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ഒരാന്തത്തിൽ മാംസങ്ങളെ പോലെ എഴുന്നള്ളിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, നീ ആരേണ്ടതാണെന്നറിയുമോ? കല്യാണ ചന്തയിലോ പരമരിപുഷിനെ മോഹിച്ച് കൊത്താനുള്ളവളല്ല പെണ്ണ്. കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എല്ലാവർക്കും ഇഷ്ടം അടുക്കളയിലെ ബിരിയാണിയല്ല, ആവി പറക്കുന്ന ബിരിയാണിയല്ല. അണിഞ്ഞൊരുങ്ങി വന്ന പെണ്ണിനെ കൊത്തിപ്പറിക്കാനാണ് ഓഡിറ്റോറിയത്തിന്റെ താല്പര്യമെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭാഷ കരുത്തു പോയാൽ ശ്രമിക്കണം, പറയാതിരിക്കാൻ കഴിയില്ല. വിവാഹചന്തയിൽ മാംസല്യ ബുദ്ധിയോടെ കോടികളുടെ പകത കളിക്കുന്ന സമുദായത്തിന്റെ ആർഭാടത്തിന്റെ നടുവില് പെണ്ണുങ്ങൾ മുഴുവനും സ്ത്രീകൾ മുഴുവനും വിവാഹത്തിന്റെ നന്മ നഷ്ട
ഒറ്റപ്പെടുത്താനുള്ള കേന്ദ്രബിന്ദുവാകുമ്പോ എന്റെ പെങ്ങളെ നീ അറിയേണ്ടത് ആരെയെന്നറിയുമോ? നീ അറിയേണ്ടത് ബോളിവുഡിന്റെയും സിനിമാ താരങ്ങളെയല്ല, നീ അറിയേണ്ടത് അവരെയല്ല. എല്ലാ സിനിമാ താരങ്ങളെയും എന്റെ പെങ്ങൾക്കറിയാം. പക്ഷേ പെങ്ങളെ നിങ്ങൾക്കറിയാമോ? ആയിഷ അന്തറാബിയെ നിങ്ങൾക്കറിയാമോ? മറിയം ജബീലെ നിങ്ങൾക്കറിയാമോ? ലോകത്ത് മുഴുവൻ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ സംസ്കാരമായിട്ട് കിടന്നു വന്ന ജമാഅത്തുൻ നാസറിന്റെ പരാവലത്തെ സിമന്റ് വഞ്ചിൽ കിടന്നിറങ്ങുമ്പോ, ഇരുമ്പുരികൾക്കുള്ളിലെ പരിവരുത്ത സിമന്റ് വഞ്ചിൽ കിടന്നിറങ്ങുമ്പോ, ജമാഅത്തുൻ നാസറിന്റെ കബാറത്താത്തുറക്കിന്റെ പട്ടാളക്കാര് അവർ മുഴുവനും വലിച്ചു കയറാൻ വേണ്ടി ചെന്നായ്ക്കളെ കൂട് തുറന്നു വിടുമ്പോ, ദിവസങ്ങളായി ഒന്നും കടിക്കാതെ പട്ടിണി വരേണ്ടതെന്ന ചെന്നായി പട്ടത്തിന്റെ കൂട് തുറന്നു വിട്ടിട്ട് ജയിലിന്റെ വാതിൽ തുറക്കുമ്പോ കീറി മുളിക്കുന്ന ഗന്ധങ്ങളുമായിട്ട് മനുഷ്യ ശരീരം മുമ്പിൽ കെട്ടിയപ്പോ പട്ടിണി നയിക്കാൻ വേണ്ടി കടിച്ചു തരാൻ വേണ്ടി ചാടി വന്ന ചെന്നായ്ക്കളുടെ നേരെ ഒരു വട്ടം ചെന്നായ്ക്കള് ചോറ് തട്ടുന്ന നാവുമായി തന്റെ നേരെ ചാടി വരുമ്പോ, ചാടി വന്ന ചെന്നായ്ക്കളുടെ നേരെ കൈ ചൂണ്ടിയിട്ട് എന്ന സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ ആയത്തോതി കഴിയുമ്പോ ചാടി വന്ന ചെന്നായ്ക്കള് പൂച്ചക്കുട്ടിയെ പോലെ കൽപ്പാൽ നക്തിച്ചൊടിച്ചു കൊടുത്ത ജമാഅത്തുൻ പരവരത്തെ സിമന്റ് വഞ്ചിൽ കടന്നിറങ്ങുമ്പോ ഉറക്കത്തിൽ ഓരോ രാത്രിയും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കണ്ട ബഹുമാനപ്പെട്ട ബീബി സൈനബുൽ ഗസാലിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? എന്റെ പെങ്ങളോട് ഞാൻ സന്ദർഭോദ്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാ, ഈ സഹോദരിമാരെയാണ് നീ റോൾ മോഡലാക്കേണ്ടത്. അല്ലാതെ ശാന സൗന്ദര്യം പ്രദർശന മത്സരത്തിന് സമ്മാനം മോഹിച്ച് കുമറേടിയ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലെത്തി പാലോട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാര് അത് കണ്ടിട്ടല്ല ലോകത്ത് ജീവിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പരലോകത്തിന്റെ മണിയറയാക്കിയത് ഇല്ലാ ഫാത്തിമ ബിൻത് റളിയല്ലാഹു തആല അൻഹാ ഒഴികെയെന്നു പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഇങ്ങനെ ആവാൻ വേണ്ടി ശ്രമിക്കണം. ഇവരുടെ ചരിത്രം പഠിക്കണം. ആയിഷ അന്തറാബിയുടെ പാശ്ചാത്യന്റെ പുത്രൻ എന്ന ഇസ്ലാമിന്റെ കാസിം പുസ്തകം ആയിഷ അന്തറാബി ആർക്കറിയാം? പാരീസിലേക്ക് പരക്കുന്ന വ്യക്തിനെ എഴുതിയ മറിയം ജബീലെ ആർക്കറിയാം? നമുക്ക് ആകെ അറിയാവുന്നത് 7 മണിയാവുമ്പോൾ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നേരെ പരിപ്പിന്റെ ഒട്ടിൽ പോയി ഒതുകൊടുത്ത് നന്നായിട്ട് മുഖമൊക്കെ കഴുകി പോയി മുസല്ല എടുക്കും. നമ്മളവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയാണ് പോയി മുസല്ലായിട്ട് നേരെ പോയി ഹാളിൽ പോയി അറ്റിരിപ്പാണ് ടിവിയുടെ മുമ്പിൽ റിമോട്ടും കയ്യിലെടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവേത്തുൽ കാമി ആദാമി ആദ ജീവനായി ചന്ദനമന തീർന്നു. ആകെ നമുക്കറിയാവുന്ന നമ്മളെ കണ്ടുപിടിക്കണം അവിടെയാണ്. ഇല്ല സഹോദരന്മാരെ, നമ്മളിന്ന് ചന്ദനമലയുടെയും അങ്ങനെ തുടങ്ങുന്ന സീരിയലിന്റെ പുറകെ പോകാൻ നമുക്ക് സമയം. അല്ലാഹുവിന്റെ മുമ്പിൽ 5 വഖത്ത് നിസ്കരിക്കാൻ നമുക്കിവിടെ സമയം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഖബറിലെ ആലമുൽ ബർസഖിലെ ഒന്നാമത്തെ അനുഭവം ഏതാണ്? ഖബറിൽ നിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പെണ്ണാണ്. ആ പെണ്ണാവാൻ ശ്രമിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ അനുഭവം ഇനി പറയാൻ സംശയിക്കാതിരിക്കാൻ വേണ്ടി ബർമുഡാട്ട് ഞങ്ങൾ സർവ്വതും പറഞ്ഞത്. രണ്ടാമത്തെ അനുഭവം നമുക്കറിയാം. ഒരാൾ ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മലക്ക് വരും, അല്ലേ? ചോദ്യം ചോദിക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചെല്ലാവരും പോയി കഴിഞ്ഞാൽ മലക്ക് വരും. മലക്ക് വന്ന് ചോദ്യം ചോദിക്കും. അല്ലാഹുവിന്റെ റസൂലിനോട് എല്ലാവരും കേൾക്കും, ഇല്ല ഇൻസാൻ മനുഷ്യനായിരിക്കും. ഖബർക്കാട്ടിൽ കൊണ്ടുപോയി മനുഷ്യനെ അടക്കുകയും ആ സമയത്ത് മനുഷ്യൻ തിരിച്ചു വരികയും ചെയ്താൽ ആ സമയത്ത് അതിന്റെ ശബ്ദം നമ്മൾ കേൾക്കൂല, ബാക്കി എല്ലാവരും കേൾക്കും. കാരണം നമ്മൾ കേട്ടിരുന്നെങ്കിലോ കട്ടിലിട്ടിട്ട് നമ്മളോടൂലേ? ദുനിയാവിൽ ഈ ശബ്ദം ആരെങ്കിലും കേട്ടാൽ, ഖബറിൽ കിടക്കുന്ന നിലവിളിക്കുന്ന ശബ്ദം നമ്മൾ ആരെങ്കിലും കേട്ടാൽ ജീവിതത്തിലെടുത്ത് കള്ളുപിടിക്കോ? ഇല്ല. ദുനിയാവ് പരീക്ഷണമാണ്. കാണാത്തത് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. ഖുർആൻ ആദ്യം തുടങ്ങുന്ന എങ്ങനെയാ? കാണാത്തത് കണ്ട് വിശ്വസിക്കില്ലല്ല. ഖുർആൻ ആദ്യം തുടങ്ങുന്ന എങ്ങനെയാണ്? സൂറത്ത് ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. 3 അക്ഷരം. ഇതിന്റെ താഴെ ഇതും ഇതിന്റെ അർത്ഥം അല്ലാഹുക്കല്ലാതെ വേറെ ആർക്കും അറിഞ്ഞുകൂടാ. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ അറിയാത്തത് വിശ്വസിക്കുന്നവൻ. അല്ലാഹുക്കല്ലേ അറിയൂ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദർശം കൊണ്ട് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ.
ഞാൻ കണ്ടു മാത്രം വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ അത് സാരമില്ല. 8ഉം 10ഉം പറഞ്ഞതുപോലെ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമേ നീ അംഗീകരിക്കൂ എന്ന രീതിക്ക് ബഹിരാകാശത്തിന് യാതൊരുവിധ ഓർമ്മ അവിടെ കാണാത്തതാണ് കൂടുതൽ. അതേപോലെ തന്നെ ഒരു സത്യവിശ്വാസിയുടെ അടയാളം എന്താ? അള്ളാഹ് ആദ്യം അലിഫ്ലാമിയും പറഞ്ഞിട്ട് പറഞ്ഞു നിനക്കൊന്നും അറിയില്ല, എനിക്കറിയാവൂ. അത് നീ വിശ്വസിക്കണം. അതുകൊണ്ട് ഇനി നടക്കുന്ന വിശ്വസിച്ചേ പറ്റൂ. നമുക്കറിയാം, ഒരാളെ കബറിൽ മൂടിക്കഴിഞ്ഞാൽ ആ സമയത്ത് കബറിലെ ശബ്ദം നമ്മളാരെങ്കിലും കേട്ടാൽ പേടിച്ചൂലേ? നമ്മള് കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു അല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാതെ നമുക്കിത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെല്ലാവരും ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ചോദ്യം ചെയ്യാൻ ഒരു മലക്ക് വരും അല്ലേ? ആരാണ് വരുന്നത്? മുൻകർ നക്കീർ. മുൻകർ നക്കീറും ഒന്ന് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇമാം മുഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, മുൻകർ നക്കീറും വരുന്നതിന് മുമ്പേ ഖബറിലേക്ക് ഒരു മലക്ക് കടന്നു വരും. ആ മലക്കിന്റെ പേര് ഇസ്മുഹു റൗമാൻ. ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണ്. മുൻകർ നക്കീറും വരുന്നതിന് മുമ്പേ ഖബറിലേക്ക് ഒരു മലക്ക് ഒരു മയ്യത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ മലക്കിന്റെ പേര് ഇസ്മുഹു റൗമാൻ. ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണ്. ആ മലക്കിന്റെ പേര് റഹ്മാൻ എന്നാണ്. റഹ്മാൻ എന്ന മലക്കിന്റെ ചോദ്യം എന്താണെന്നറിയോ? ഒരു വല്ലാത്ത ജോലി ഖബറിലെത്തിക്കൊണ്ട് റഹ്മാൻ ചെയ്യിപ്പിക്കും അത്രേ. ഞാൻ ഈ പറയാൻ പോകുന്നത് അന്യഗ്രഹത്തിൽ വന്ന ജീവികളുടെ കഥയല്ല, എന്റെയും നിങ്ങളുടെയും കഥയാണ് ഈ പറയുന്നത്. ബഹുമാനപ്പെട്ട റഹ്മാൻ എന്ന മലക്ക് ഖബറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന ആളിന്റെ അടുക്കൽ വന്നിട്ട് റഹ്മാൻ പറയും, എഴുന്നേക്കടോ. ഖബറിൽ കിടക്കുന്ന മയ്യത്തിനോട് പറയും, എഴുന്നേക്കടാ. ഖബറിൽ കിടക്കുന്ന മയ്യത്ത് ചാടി എഴുന്നേക്കുമ്പോ ഇമാം മുഹമ്മദ് ഉദ്ധരിക്കുന്ന രണ്ടാമത്തെ സംഭവമാണ്. ഖബറിൽ കിടക്കുന്ന ആളോട് പറയും ചാടി എഴുന്നേക്കാൻ. ഖബറിൽ കിടക്കുന്ന ആള് ചാടി എഴുന്നേക്കുമ്പോ റഹ്മാൻ എന്ന മലക്ക് പറയും അത്രേ, നിന്റെ ജീവിതത്തിൽ ഇതേവരെ നീ ചെയ്തതെല്ലാം ഒന്ന് എഴുതി വെക്കടാ. അമലക്ക്, നീ പ്രായപൂർത്തിയായ അന്ന് മുതൽ മരിക്കുന്നത് വരെ എന്തൊക്കെ നന്മയും തിന്മയും ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഖബറിൽ ഇരുന്ന് കൊണ്ട് എഴുതുക. അള്ളാഹു എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് എഴുതിക്കുന്നതെന്നറിയോ? അത് നാരെയാണ് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവുക. എഴുതടോ. ആ സമയത്ത് ഖബറിൽ കിടക്കുന്ന ആള് പറയും, ഞാൻ എങ്ങനെയാണ് എന്റെ ജീവിതത്തിന്റെ ഖബറിൽ ഇരുന്ന് കൊണ്ട് എന്റെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യങ്ങൾ എഴുതുന്നത്? എന്റെ കയ്യിൽ എഴുതാൻ പേനയില്ല, എന്റെ കയ്യിൽ എഴുതാൻ കടലാസില്ല. കടലാസില്ലാതെ പേനയില്ലാതെ എങ്ങനെയാണ് എഴുതുന്നത്? ആ സമയത്ത് റഹ്മാൻ എന്ന മലക്കിനോട് എഴുതാൻ പേനയില്ലാതെ കടലാസില്ലാതെ ബുദ്ധിമുട്ടുമ്പോ റഹ്മാൻ എന്ന മലക്ക് പറയും, പേനയും കടലാസും ഒന്നില്ലെങ്കിലും ബുദ്ധിമുട്ടണ്ട. എടോ എടോ കഫലക്ക് ഖിർതാസ് വൈസ്മൗക ഖലാം വമരിയുക മിദാദ്. നിന്റെ കഫൻ തുണി കടലാസാക്ക്, നിന്റെ കഫൻ തുണി കടലാസാക്ക്, നിന്റെ വിരലുകൾ പേനയാക്ക്, നിന്റെ ഉമനീര് മഷിയാക്കടോ. ഉമനീരില് വിരല മുക്കിയിട്ട് ആ കഫൻ തുണിയുടെ സൈഡിലോട്ടങ്ങ് എഴുതാൻ തുടങ്ങാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, മയ്യത്ത് പൊതിയുമ്പോൾ പൊതിയുന്ന വെള്ളത്തുണി അത് വെറും വെള്ളത്തുണിയല്ല, ഖബറിലിരുന്ന് കുത്തിയിരുന്ന് എഴുതാനുള്ള പേപ്പറാണ്. നിന്റെ നാവ് നിന്റെ ഉമനീരിലേക്ക് നിന്റെ കൈയൊന്ന് തൊട്ടിട്ട് കഫൻ തുണിയുടെ സൈഡിലോട്ടങ്ങ് എഴുതാൻ തുടങ്ങാൻ. എവിടെയാണ് സഹോദരങ്ങളെ ജീവിതം മുഴുവൻ അങ്ങറ്റങ്ങളിലോട്ട് കടന്നു പോയ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ? റമ്പായം പള്ളിയുടെ ജുമാപ്പള്ളിയുടെ വിനാലത്തിൽ നിന്ന് മഗ്‌രിബിന്റെ ബാങ്ക് തുടങ്ങുമ്പോ ഒരു കുട്ടുവീരം എടുത്തുകൊണ്ട് ബർഹോട്ടലിന്റെ ചിമ്മിന്നാമ്പലങ്ങൾ ചെന്ന് കയറുന്ന അവിടെയെന്ന ക്ലാസുകളുമായി വിളിച്ചെന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പാതിരാ സമയത്ത് ഇന്റർനെറ്റ് കഫേറുകൾ സൈബർ കഫേറിലെ പാതിരാത്രിയിൽ ചെന്നിരുന്ന് ഡബോൾ മെമ്പർ നോ ഫോണുകൾ നടത്തുമ്പോ ലോകത്തിലെ 140 ആട്ടത്തെ അലക്കപ്പെട്ട് തുടിയുന്നാടിയാലും അത് മുഴുവനും കണ്ടുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നീ ആ നിൽക്കുന്ന ഹറാമിലേക്ക് നിൽക്കുന്ന ആ ചൂണ്ടുവിരലല്ലയോ? ആ ചൂണ്ടുവിരൽ എന്തിനാണെന്നറിയോ? അത് നാളെ ഖബറിലെ നിൽക്കും കുത്തി നെയ്താനുള്ള പേപ്പറാണ്. നിന്റെ നാവ് നിന്റെ ഉമ്മിലേക്ക് നിന്റെ കൈയൊന്ന് തട്ടിട്ട് കഫൻ തുണിയുടെ സൈഡിലോട്ട് നെയ്താൻ റഹ്മാൻ എന്ന മലക്ക് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഹദീസ് പറയുമ്പോ അല്ലാഹുവിന്റെ
അള്ളാന്റെ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അവനാ നിമിഷം ഓർക്കുമോ യാ റസൂലല്ലാഹ്? അള്ളാന്റെ റസൂൽ പറഞ്ഞു, അതെ അതെ. കാരണം എന്തെന്നറിയോ? ഒരു ദിവസം അവന് സംഭവിച്ചതുപോലെ ആ മരണത്തിന് ശേഷം, ആ മരണത്തിന് മുമ്പ് ജനിച്ച പ്രായപൂർത്തിയായ അന്ന് മുതൽ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ ഓർക്കും. സഹാബ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാൻ എന്ന മലക്ക് വന്ന് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മുൻകർ നക്കീർ വരും. മുൻകർ നക്കീർ വന്ന് ചോദ്യം ചോദിക്കും. എന്തെന്ന് ചോദിക്കും? മൻ റബ്ബുക്, നിന്റെ റബ്ബാരാ? ആ സമയത്ത് മറുപടി പറയണം, അല്ലാഹു റബ്ബി, അല്ലാഹു റബ്ബി എന്ന് മറുപടി പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിലങ്ങനെ മറുപടി പറയണം, അല്ലാഹു റബ്ബി. മൻ റബ്ബുക, നിന്റെ റബ്ബാരെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് നമുക്ക് അല്ലാഹു റബ്ബി എന്ന് പറയണോ? എന്നാൽ ഒരു കാര്യം പറയട്ടെ, ചെയ്യോ? ഖബർ അല്ലാഹു റബ്ബി എന്ന് പറയാം. സാധാരണ തുമ്പുമ്പോ എന്ന് പറയും. തുമ്മുമ്പോ കേട്ടി നിൽക്കുന്ന ആൾ എന്തെന്ന് പറയും? തുമ്മുമ്പോ എന്ന് പറയണം, അൽഹംദുലില്ലാ എന്ന് പറയണം. എന്നിട്ട് അതിന് ശേഷം തുമ്മുമ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് അവൻ പറയണം, ഇന്നി ആമനതു ബിറബ്ബിക്കും ഫസ്മഊൻ. സൂറത്ത് യാസീനിലെ ആയത്താണ് ഇന്നി ആമനതു ബിറബ്ബിക്കും ഫസ്മഊൻ. ഇന്നി ആമനതു ബിറബ്ബിക്കും, ഞാൻ എൻ്റെ അല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുകയാണ്. ഫസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലയോ? തുമ്മിയതിന് ശേഷം അൽഹംദുലില്ലാ പറഞ്ഞതിന് ശേഷം ഈ ആയത്താര് പതിവായി പറയുന്നവോ അവൻ നാളെ ഖബറിൽ പരലോകത്ത് മലക്കുകൾ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ അവൻ പറയും, ഇന്നി ആമനതു ബിറബ്ബിക്കും ഫസ്മഊൻ. എപ്പോഴും ഞാൻ എൻ്റെ റബ്ബിനെ കുറിച്ച് പറഞ്ഞത് ഫസ്മഊൻ, നിങ്ങൾ കേട്ടതല്ലേ? അല്ലാഹു റബ്ബി എന്ന് പറയും റസൂലുള്ളാഹിയുടെ ഹദീസ്. അതുകൊണ്ട് ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്ക്ക് ശേഷം ഈ ദുആ ചൊല്ലുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മൂന്നാമത്തെ അനുഭവം, ചുരുക്കി പറയാൻ സമയം. മൂന്നാമത്തെ അനുഭവം ഇതൊക്കെ എഴുതി മലക്കുകളൊന്ന് ചോദ്യമൊക്കെ ചോദിച്ചു. മൻ റബ്ബുക്, അല്ലാഹു ആരാ? അല്ലാഹു റബ്ബിക്. മൻ ദീനുക്, മൻ ഇമാമുക്, ഖുർആനിൻ ഇമാമി, മൻ നബിയുക്, മുഹമ്മദുൻ നബിയ്യൻ എന്നെല്ലാം പറഞ്ഞതിന് ശേഷം എല്ലാ ചോദ്യത്തിനും മറുപടി എഴുതിയാൽ എന്താ കിട്ടുന്നേ? ഇന്റർവ്യൂവിന് പോയി ചോദ്യം ചോദിച്ചു, എല്ലാ ചോദ്യത്തിനും മറുപടി കിട്ടി, പാസ്സായി. ശരി, നീ എന്തായി? ഓക്കെ ആയി. മൂന്നാമത്തെ ഇത് പറയുന്നതിന് മുമ്പ് ഇവിടെ ക്യാൻസറായി കിടക്കുന്ന ആ സഹോദരൻ്റെ അപേക്ഷ ഫണ്ടിലേക്ക് ഇൻഷാ അല്ലാഹ് സംഘാടകരെ ബക്കറ്റുമായിട്ട് വരും. എല്ലാവരും കാര്യമായ സദഖ അതിലേക്ക് ചെയ്യണം എന്ന് അറിയിക്കുന്നു. അല്ലാഹു നമ്മുടെ ഈ സദഖകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിലൊരാൾക്ക് ക്യാൻസർ വന്നാൽ നമ്മൾ പറയും അയാൾക്ക് ക്യാൻസർ വന്നതാ മരിച്ചു പോയത്. ക്യാൻസർ രോഗികൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൊരു ആശ്വാസമായിട്ട് പറയാൻ, നമ്മുടെ ഇടയിൽ ക്യാൻസർ വന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ പറയും അയാൾ വെറും പുച്ഛത്തോടെ പറയും അയാൾ ക്യാൻസർ വന്നിട്ടാ മരിച്ചു പോയത് എന്ന്. പക്ഷെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏതെങ്കിലും ഒരു സത്യവിശ്വാസിക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ അതവൻ ചെയ്ത പാവങ്ങളുടെ എല്ലാം പരിഹാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാഹരണത്തിന് നമ്മുടെ കാലിൽ മുള്ളു തറച്ചാൽ ആ മുള്ളു തറയ്ക്കുമ്പോൾ മുള്ളിനുണ്ടാകുന്ന മുള്ളു കുത്തുമ്പോഴുള്ള വേദന, ആ വേദന കൊണ്ട് അല്ലാഹു നിന്റെ പാവങ്ങൾ പുറത്തു കൊടുത്തന്നേക്കാം എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊഴിഞ്ഞുപോയ മുടികൾക്ക് പകരമായി, വേദന എടുത്തതിന്റെ പകരമായി എല്ലാത്തിനും പരിഹാരമായി അല്ലാഹു നിന്റെ പാവങ്ങൾ പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് 99% ക്യാൻസർ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അയാൾക്ക് ക്യാൻസർ വന്നതാ മരിച്ചു പോയതെങ്കിൽ, അല്ലെങ്കിൽ ക്യാൻസർ 99% ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ ചെയ്ത 99% പാവങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കാര്യമായ സദക്ക നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കീൻ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മരണം വരെ നമ്മളിൽ ആർക്കും ആ രോഗം അള്ളാഹു തരാതിരിക്കട്ടെ. എത്രയെത്രയോ നല്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ തുടങ്ങുന്ന ധാരാളം ആളുകൾക്ക് ഈ ക്യാൻസർ ഒന്നും മരിച്ചു പോയിട്ടുണ്ടവർ. നമ്മളതുകൊണ്ട് പരിഹസിച്ചിട്ട് കാര്യമില്ല. കാരണം അള്ളാഹു അതൊരു പരീക്ഷണമാണ്. അള്ളാഹുവിൻ്റെ അതിൽ വിജയിച്ച് മുന്നേറാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.